RCM എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 22 വർഷമായിട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. ഇന്ന് ഈ ഒരു ലെവലിലേക്ക് RCM വളർന്നു വരാൻ 22 വർഷത്തെ എഡ്യൂക്കേഷൻ, 22 വർഷം കൊണ്ടാണ് ഈ സിസ്റ്റം ഈ രീതിയിൽ ഇതിനകത്തുള്ള ആളുകളെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്ത് ഇതിനെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തരായിട്ടുള്ള ലീഡേഴ്സ് ആയിട്ട് ഇതിനെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി 22 വർഷത്തെ എഫേർട്ട് ഇതിന്റെ ബാക്കിലുണ്ട്. ഇനി ഒരു പുതിയ കമ്പനി, അത് എത്ര വലിയ ബ്രാൻഡ് ആയിക്കോട്ടെ, അത് ടാറ്റ ആയിക്കോട്ടെ, റിലയൻസ് ആയിക്കോട്ടെ, ബിർള ആയിക്കോട്ടെ, വലിയ വലിയ ബ്രാൻഡുകളൊക്കെ വരും കാലങ്ങളിൽ കടന്നു വരും. പക്ഷേ അവർക്ക് ഇതേപോലെ ശക്തമായിട്ടുള്ള ഒരു ടീമിനെ ബിൽഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 15 or 20 വർഷത്തെ എഫേർട്ട് വേണ്ടി വരും. അന്ന് RCM വീണ്ടും 20 വർഷം മുന്നോട്ട് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ഒരു സിസ്റ്റത്തിൽ വന്ന ആളുകൾക്ക് എന്നും അതിന്റെ ആധിപത്യം ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നമുക്ക് ഇന്ന് ശക്തമായിട്ട് പ്രവർത്തിക്കേണ്ട സമയമാണ്. കാരണം വരും കാലങ്ങളിലെ കോമ്പറ്റീഷനെ നമ്മൾ ഓരോരുത്തരും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഹലോ, ഞാൻ പറഞ്ഞത് ഉൾക്കൊള്ളാൻ പറ്റിയോ? മനസ്സിലാക്കാൻ പറ്റിയോ? നെഗറ്റീവ് ഫേസിൽ നിന്നും മുന്നോട്ട് പോയി പോസിറ്റീവിൽ നിന്നും മുന്നോട്ട് പോയി ഗ്രോത്ത് ഫേസിൽ കൂടിയാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് വളരാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. അത് RCMന്റെ പ്രോബ്ലം അല്ല, ലീഡർമാരുടെ പ്രശ്നമല്ല, കമ്പനിയുടെ പ്രോബ്ലം അല്ല, പ്രോഡക്റ്റിന്റെ പ്രശ്നമല്ല, പ്ലാനിന്റെ പ്രശ്നമല്ല, സപ്ലൈ സിസ്റ്റത്തിന്റെ പ്രശ്നമല്ല. ദാറ്റ് ഈസ് ഓൺലി യുവർ പ്രോബ്ലം ഇഫ് യു ആർ നോട്ട് ഗ്രോയിങ്.